അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോഡ ലൈം പ്രോസസ്സ് പറഞ്ഞു. സോഡ ലൈം പ്രോസസ്സിൽ നമ്മൾ 6 റിയാക്ഷൻസ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് 2 റിയാക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനാണ്. 3 മുതൽ 6 വരെയുള്ള റിയാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഒരു വാട്ടറിൽ, ഹാർഡ് വാട്ടറിൽ ടെമ്പററി ഹാർഡ്നെസ് മാത്രം ഉണ്ടെങ്കിൽ അതും നമുക്ക് സോഡ ലൈം പ്രോസസ്സ് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ പെർമനന്റ് ഹാർഡ്നെസ് മാത്രമാണെങ്കിൽ അതും നമുക്ക് സോഡ ലൈം പ്രോസസ്സ് കൊണ്ട് റിമൂവ് ചെയ്യാം. ഈ രണ്ടുണ്ടെങ്കിലോ, ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് സോഡ ലൈം പ്രോസസ്സ് ഉപയോഗിക്കാം. ഇനി അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് നമ്മൾ പറഞ്ഞില്ലേ, അത് പെർമനന്റ് ഹാർഡ്നെസ് മാത്രം റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് എന്താണ്? അത് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ടെമ്പററി ഹാർഡ്നെസ് എന്താന്ന് പറയണം. സോഡ ലൈം പ്രോസസ്സിന്റെ ഫസ്റ്റ് 2 റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതേപോലെ പെർമനന്റ് ഹാർഡ്നെസ് എന്താണ്? അത് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ചെയ്താം, അല്ലെങ്കിൽ സോഡ ലൈം പ്രോസസ്സ് ചെയ്താം. അപ്പൊ സോഡ ലൈം ആവുമ്പോൾ 3 മുതൽ 6 വരെയുള്ള റിയാക്ഷൻ എഴുതിയാൽ. ഓക്കെ, അപ്പം ഈ പ്രോസസ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സോഡ ലൈം പ്രോസസ്. അപ്പൊ സോഡ ലൈം പ്രോസസ്സിൽ രണ്ടും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 6 റിയാക്ഷൻ എഴുതാം. അപ്പൊ 6 സോൾട്ടുകളും നമ്മൾ റിമൂവ് ചെയ്തു. ഏതൊക്കെയാണ് ഹാർഡ്നെസ് കാരണമായ സോൾട്ട്? കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇതൊക്കെ എന്താണ്? സോൾട്ടുകളാണ്. സോൾട്ടിന്റെ മറ്റൊരു പേരാണ് മിനറൽസ് എന്ന് പറയാറുണ്ട്. മിനറൽസ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മിനറൽസിനെയാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ, ഈ ഹാർഡ് വാട്ടറിനെ നമ്മൾ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്രോസസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി വി ഗെറ്റ് സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് സോഫ്റ്റ് വാട്ടർ ഓർ ഡീമിനറലൈസ്ഡ് വാട്ടർ. ഡീമിനറലൈസ്ഡ് എന്ന മിനറൽസ് ഹാർഡ്നെസ്സിന് കാരണമായ മിനറൽസ് അല്ലെങ്കിൽ സോൾട്ടുകൾ റിമൂവ് ചെയ്ത വാട്ടർ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഫ്റ്റ് വാട്ടർ. ഓക്കെ, ഇത് റിമൂവ് ചെയ്ത വാട്ടർ, അല്ലെങ്കിൽ ഇതില്ല, അല്ല ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സോൾട്ടുകൾ ഇതിലില്ല, ഹാർഡ്നെസ് ഇല്ല, അപ്പൊ അത് സോഫ്റ്റ് വാട്ടർ ആയി മാറും. ഓക്കെ, അപ്പൊ ഫൈനലി വി വിൽ ഗെറ്റ് സോഫ്റ്റ് വാട്ടർ ഓർ ഡീമിനറലൈസ്ഡ് വാട്ടർ. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ കൊണ്ടുള്ള ദോഷങ്ങൾ, ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, എന്തൊക്കെയാ നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഇത് കുടിക്കാൻ പറ്റില്ല. ഇത് വെള്ളത്തിലുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. രണ്ടാമത്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാഷിംഗ്, ബാത്തിങ്, കുക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റില്ല, കുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് വേസ്റ്റേജ് ഓഫ് സോപ്പ്. സോപ്പ് പതക്കൂല. ഇപ്പൊ നമ്മൾ ഹാർഡ് വാട്ടർക്ക് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സോപ്പും ശരിക്കും സോപ്പ് പതക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും റിയാക്ട് ചെയ്യണം. ഹാർഡ് വാട്ടർക്ക് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ
സോപ്പ് വെള്ളവുമായിട്ടല്ല റിയാക്ട് ചെയ്യുക. ഹാർഡ് വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, അതേപോലെ കാൽസ്യം സൾഫേറ്റ് ഇവയുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ ഇവയുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളവുമായി റിയാക്ട് ചെയ്യൂ. അപ്പൊ നമ്മളിട്ട സോപ്പ്, വെള്ളത്തിലിട്ട സോപ്പ് മുഴുവൻ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? വെള്ളത്തിൽ ഹാർഡ് വാട്ടറിലുള്ള സോൾട്ടുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളവുമായി റിയാക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് സോപ്പ് പത പെട്ടെന്ന് വരില്ല കേട്ടോ. കൂടുതൽ ഹാർഡ്നെസ് ഉള്ള വാട്ടർ ആണെങ്കിൽ, കൂടുതൽ സാൾട്ട് ഉള്ള വാട്ടർ ആണെങ്കിൽ മുഴുവൻ സോപ്പും, നമ്മൾ ആഡ് ചെയ്യുന്ന മുഴുവൻ സോപ്പും സോൾട്ടുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. ഇനി കുറച്ച് സോൾട്ടാണ് ഉള്ളതെന്ന് ഇരിക്കുക, അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പിന്റെ പത വരും. അപ്പം സോപ്പ് കുറേ വേസ്റ്റായി, വേസ്റ്റേജ് ഓഫ് സോപ്പ്. ഇനി കൊറോഷൻ ഇൻക്രീസസ്, കൊറോഷൻ കൂടും. ഇപ്പം കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോഷൻ, തുരുമ്പിപ്പിക്കുന്ന ഒരു സാധനം, തുരുമ്പൽ കൂട്ടുന്ന ഒരു സാധനം. അതുകൊണ്ട് കൊറോഷൻ കൂടും, തുരുമ്പിക്കൽ കൂടും. പിന്നെ ടു ഫോം ബോയിലർ സ്കെയിൽസ് ആൻഡ് ലീഡ്സ് ടു ബോയിലർ എക്സ്പ്ലോഷൻ. ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളം ചൂടാക്കുന്ന വലിയ ഫാക്ടറികളിൽ വെള്ളം ചൂടാക്കുന്ന വലിയ പാത്രങ്ങളാണ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പം ബോയിലറിൽ ഇപ്പം കാൽസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പം അതെന്തായി മാറും? ഇപ്പം ഫർണസിൽ വെള്ളം ചൂടാക്കുക. അപ്പം ഈ ഫർണസിലുള്ള വെള്ളം ഹാർഡ് വാട്ടർ ആണെങ്കിൽ അത് ചൂടാക്കുമ്പം ഹാർഡ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഹാർഡ് വാട്ടർ ഉള്ളത് കാൽസ്യം ബൈകാർബണേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം എന്താ സംഭവിക്കുക? അത് ചൂടാക്കുമ്പോൾ വെള്ളം ബോയിൽ ചെയ്യുമ്പം അത് കാൽസ്യം കാർബണേറ്റ് ആയി മാറും. അങ്ങനെ കാൽസ്യം കാർബണേറ്റിന്റെ ഒരു ഡിപ്പോസിറ്റ് ഫർണസിന്റെ ഇന്നർ ഭാഗത്ത് ഉണ്ടാവും. നല്ല തിക്നെസ്സിലുണ്ടാവും. കുറേ തുടക്കത്തിൽ ചെറുതായിരിക്കും, പിന്നെ ക്രമേണ കാൽസ്യം ബൈകാർബണേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആയി മാറും. അത് ഇൻസോളബിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടാവും, ഒരു പാളി ഉണ്ടാവും. അപ്പൊ ഈ പാളി ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ കൂടും. അപ്പൊ നമ്മൾ ഫ്യൂവൽ കൊടുക്കും, ചൂടാക്കിയിട്ടല്ല കത്തിക്കുക. ഫർണസ് ചൂടാക്കും. അപ്പൊ ചൂടാക്കുമ്പോൾ കുറേ ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യും? ഈ കാൽസ്യം കാർബണേറ്റ് അബ്സോർബ് ചെയ്യും. അപ്പം ഫ്യൂവലിന്റെ വേസ്റ്റേജ് ഉണ്ടാവും. കുറേ ഫ്യൂവൽ നമ്മൾ കത്തിക്കണം. കാരണം ആദ്യം ഫർണസിന്റെ ഉൾഭാഗത്തുള്ള കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ആയിട്ട് വെള്ളത്തിന് ഹീറ്റ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറേ ഫ്യൂവലിന്റെ വേസ്റ്റേജ് ഉണ്ട്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം ഇവിടെ പറഞ്ഞ ബോയിലർ സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിന്റെ ഈ സർട്ടൻ തിക്നെസ്സോടുകൂടി കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് ബോയിലർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബോയിലർ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണസിന്റെ ഉൾഭാഗത്ത് കംപ്ലീറ്റ് കാൽസ്യം കാർബണേറ്റിന്റെ ഒരു സ്കെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിപ്പോസിഷൻ ഉണ്ടാവും, ഡിപ്പോസിറ്റ്. ഇത് ചില സമയത്ത് എന്ത് ചെയ്യും? അത് പിന്നെ ബ്രേക്കേജ് സംഭവിക്കും, വിള്ളൽ സംഭവിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? എപ്പോഴാണ് വിള്ളൽ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹാർഡ്നെസ്സിലുള്ള പ്രദേശങ്ങളിലുള്ള ബോയിലർ ആണെങ്കിൽ അതിങ്ങനെ ചൂടാക്കും. അപ്പം കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് ഫ്യൂവലിന്റെ എമൗണ്ട് നമ്മളിങ്ങനെ കൂട്ടും. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ സ്കെയില് ബ്രേക്ക് ചെയ്യും, ഈ ഡിപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക? ഫ്യൂവൽ നല്ലപോലെ വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബ്രേക്കായ ഭാഗത്ത് വെള്ളം ഉണ്ടാവുമല്ലോ, ഈ ഗ്യാപ്പിലോട്ട് വെള്ളം വരുമ്പോൾ ആ ഭാഗത്തെ വെള്ളം എന്ത് ചെയ്യും? പെട്ടെന്ന് ബോയിലാവും. അപ്പം എന്താ സംഭവിക്കും? ബോയിലുള്ള വാട്ടർ പെട്ടെന്ന് ബോയിലാവുമ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ബോയിലർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇറ്റ് ഫോംസ് ബോയിലർ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ബൈകാർബണേറ്റ് ഹാർഡ് വാട്ടറിൽ ഉണ്ടാവുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് ആയി മാറും.
അതൊരു സ്കെയിൽ പോലെ അല്ലെങ്കിൽ ഒരു പാടി പോലെ അവിടെ നിൽക്കും. അതാണ് ബോയിലർ സ്കെയിൽ. ചില സമയത്ത് അതിന് വിള്ളലുകൾ സംഭവിച്ചിട്ട് ബോയിലർ എന്ത് ചെയ്യും, പെട്ടെന്ന് ബോയിലാവും. കാരണം നമ്മൾ ബോയിലർ സ്കെയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫ്യൂവലിന്റെ എമൗണ്ട് ഇങ്ങനെ കൂട്ടും. പക്ഷെ പർട്ടിക്കുലർ ടൈമിലായിരിക്കും ഇത് പൊട്ടുക, എപ്പോഴാ പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. ബ്രേക്കേജ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ ബ്രേക്കേജ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് വാട്ടർ വേപ്പറൈസ് ചെയ്യുകയും ഈ ബോയിലർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്തത് ഇറ്റ് ലീഡ്സ് ടു കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ. കിഡ്നി സ്റ്റോൺ ഉണ്ടാവും. എന്താണ് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാൽസ്യം ഓക്സലേറ്റിനെയാണ് കിഡ്നി സ്റ്റോൺ, വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ല് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പല ഭക്ഷണം കഴിക്കും, തക്കാളി, ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ, ചേമ്പൊക്കെ കഴിക്കുമ്പോൾ ഓക്സാലിക് ആസിഡ് നമ്മളെ ബോഡിയിലുണ്ടാവും, ബ്ലഡിലുണ്ടാവും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഹാർഡ് വാട്ടർ കഴിക്കുമ്പോൾ അതിൽ ലാർജ് എമൗണ്ട് കാൽസ്യം ഉണ്ടാവുമല്ലോ. കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ കാൽസ്യം, ഈ കാൽസ്യവും ഓക്സാലിക് ആസിഡും ചേർന്നിട്ട് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ടാവും. ഇതാണ് കിഡ്നി സ്റ്റോണിന് ഒരു കാരണം. അപ്പോൾ ഹാർഡ് വാട്ടറുള്ള പ്രദേശങ്ങളിൽ കിഡ്നി സ്റ്റോൺ കൂടുതലായി കണ്ടുവരും. അതിന് കാരണം എന്താണ്? നമ്മളെ ബോഡിയിൽ ഓക്സലേറ്റ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓക്സലേറ്റുകൾ ഉണ്ടാവും. ഇത് ഹാർഡ് വാട്ടറിലുള്ള കാൽസ്യവുമായി റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ടാവും. ഇതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു കിഡ്നി സ്റ്റോൺ ഫോർമേഷന് അത് ലീഡ് ചെയ്യും കാരണം. അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലേ. ഈ ക്ലോറൈഡ്, കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ് ഒക്കെ ബോഡിയിലെത്തി കഴിഞ്ഞാൽ പലതരം അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഹെൽത്ത് പ്രോബ്ലംസ്. അടുത്ത നേരത്തെ പറഞ്ഞ് വേസ്റ്റേജ് ഓഫ് ഫർണസിലൊക്കെ ബോയിലർ സ്കെയിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി നമ്മൾ കൂടുതൽ ഫ്യൂവൽ കൊടുക്കേണ്ടി വരും. അപ്പം ഫ്യൂവലിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ 8 ഡ്രോബാക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം എന്താണ് ഒന്നാമത്തത്? കുടിക്കാൻ ഉപയോഗിക്കും. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാഷിംഗ്, ബാത്തിങ്, കുക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രി. വിവിധ ഇൻഡസ്ട്രികളിൽ വെള്ളം ഉപയോഗിക്കും, വാട്ടർ പല ആവശ്യങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുമ്പം ഈ ഹാർഡ്നെസ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ സോപ്പ് വേസ്റ്റേജ് ഉണ്ടാവും. വെള്ളവുമായി റിയാക്ട് ചെയ്യുന്നതിന് പകരം സോൾട്ടുമായിട്ട്, ഹാർഡ്നെസ്സിന് കാരണമായ സോൾട്ടുമായിട്ടായിരിക്കും സോപ്പ് ഉപയോഗിക്കുക. അതുകൊണ്ട് കൂടുതൽ സോപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ വേസ്റ്റ് കൂടുതൽ സോപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഡ്രസ്സൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അലക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഈ വെള്ളം ഉപയോഗിച്ച് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, സോപ്പും ഈ സോൾട്ടും റിയാക്ട് ചെയ്തിട്ട് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അപ്പം വെളുത്ത പൊടികൾ നമ്മുടെ ശരീരത്തിൽ വരും, അതേപോലെ ക്ലോത്തുകളിലൊക്കെ വരും. ഓക്കെ, അതുപോലെ കൊറോഷൻ കൂടും, പെട്ടെന്ന് തുരുമ്പിക്കും. കാരണം ഇതിന് പ്രധാന കാരണം ക്ലോറൈഡുകളാണ്. കാൽസ്യം ക്ലോറൈഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൊറോഷൻ കൂടും. പിന്നെ ബോയിലർ സ്കെയിൽ ഉണ്ടാവും. അതിന് മെയിൻ കാരണം കാൽസ്യം ബൈകാർബണേറ്റ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആയി മാറും. ഇതിനെയാണ് ബോയിലർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ചില സമയത്ത് ബ്രേക്കേജ് ഉണ്ടാവും, അങ്ങനെ ബോയിലർ എക്സ്പ്ലോഷൻ. പിന്നെ കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. കാരണം ഹാർഡ് വാട്ടറിൽ കാൽസ്യം ഉണ്ട്, അത് ബോഡിയിൽ ഓൾറെഡി ഉള്ള ഓക്സലേറ്റുമായി റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ടാവും. അതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം. അതേപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഫ്യൂവൽ വേസ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, കാൽസ്യം കാർബണേറ്റിൻ്റെ ഒക്കെ ഡിപ്പോസിറ്റ് ബോയിലറിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഫ്യൂവൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ ഉണ്ടാവും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.